നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. ആയൂർ കീഴാറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പന്നിഫാമിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനാൽ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് സമീപവാസികൾക്ക്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കുളത്തൂപ്പുഴ സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് ഒരു മാസം പിന്നിടുന്നു. കുളത്തൂപ്പുഴ ടൗൺ ഇരുട്ടിൽ. പടിഞ്ഞാറ്റിൻകര സ്വദേശിയെ ബൈക്കിൽ നിന്നും ചവിട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഓപ്പറേഷൻ മൺസൂൺ തുടരുന്നു. നിരോധിത പാൻ മസാലകൾ വിൽപ്പന നടത്തിയ 2 പേർ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. ആയൂർ കീഴാറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പന്നിഫാമിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനാൽ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് സമീപവാസികൾക്ക്. അധികൃതരുടെ നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്നു. സർക്കാർ വാഹനം പാർക്ക് ചെയ്യുന്നത് നോ പാർക്കിംഗ് ഏരിയയിൽ. വാർത്തകൾ വിശദമായി. ആയൂർ കീഴാറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പന്നിഫാമിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനാൽ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് സമീപവാസികൾക്ക്. ആയൂർ കീഴാറ്റൂർ ഇത്തിക്കരയാറിന്റെ സമീപത്തായാണ് 12 വർഷമായി സ്വകാര്യ പന്നിഫാം പ്രവർത്തിക്കുന്നത്. കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ പ്ലാന്റോ മാലിന്യ നിക്ഷേപ ഇടമോ ഫാമിലില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നാറ്റം അനുഭവപ്പെടുന്നു. പിന്നെ എന്നും ഇതുവേണം റോഡിൽ വഴിയിൽ എപ്പോഴും ഈ വണ്ടികൾ വന്ന് വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് സഹിക്കാനാവാത്ത ശല്യം ഇതുകൊണ്ട്. അത് പ്രത്യേകിച്ച് അല്ലാതെ ഈ ദുർഗന്ധം സഹിക്കാൻ വയ്യാത്തതാണ് ഞങ്ങൾക്ക് ഏറ്റവും പറയാനുള്ളത്. വണ്ടി എപ്പോഴും വണ്ടി വരും, വേസ്റ്റ് വണ്ടി അടച്ചല്ല കൊണ്ടുവരുന്നത്. പിന്നെ ഈ പട്ടികളും ഇഷ്ടം പോലെ പട്ടികളുണ്ട്. തെരുവ് നായ്ക്കളെ ഇവിടെ വന്ന് കിടന്ന് തിന്ന് ഇതാക്കി ആട്ടിൻകുട്ടികളെയും കോഴികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നു. പാറയിൽ തിന്നുകൊണ്ട് കയറി പാറയിൽ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പന്നികൾക്ക് നൽകാനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹോട്ടൽ മാലിന്യങ്ങളും പഴകിയ ആഹാര സാധനങ്ങളും രാത്രികാലങ്ങളിൽ ടിപ്പറുകളിൽ ഫാമിലെത്തിക്കുന്നു. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് ഇത്തിക്കരയാറിലാണ്. അസഹനീയമായ ദുർഗന്ധമാണ് കിലോമീറ്ററുകളോളം ഉണ്ടാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ പന്നിഫാം തുടങ്ങിയിട്ട് ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഇവിടുത്തെ ഈ വാട സഹിക്കുന്ന ജനവാസികളാണ്. പിന്നെ ആദ്യമൊക്കെ ഞങ്ങളുടെ കോഴിഫാം തുടങ്ങുമെന്നും പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. അതാണ് ജനങ്ങൾ ഇത്രയും പ്രതികരിക്കാതിരുന്നത്. അതിനുശേഷം ഇവിടെ ഷെഡൊക്കെ വെച്ച് പന്നികളെ കൊണ്ടിറക്കിയപ്പോഴാണ് ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞത്. അപ്പം ഒരുപാട് ആദ്യമൊക്കെ കുറച്ച് പന്നികളെ ഉള്ളായിരുന്നു. അപ്പോൾ അതിനൊക്കോണം വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ വാട ഇല്ലായിരുന്നു. ഇപ്പം പന്നികളുടെ എണ്ണം കൂടുതലും അതിനൊക്കോണം നമ്മുടെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നും കോഴി വേസ്റ്റ്, അതുകൊണ്ട് ബീഫ് വേസ്റ്റ്, ഇങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് തള്ളി ഇവിടെ കൊണ്ടുവന്ന് തിരിഞ്ഞ് ഇടുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ വാട. ഞങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ശ്വാസം പിടിക്കുമ്പോൾ ഇവിടുത്തെ വാടയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വന്നാൽ ആശുപത്രികൾ കൊണ്ടുപോയാൽ ഇപ്പം രോഗങ്ങൾ മാറുന്നില്ല. ആദ്യം ജലദോഷമായിട്ട് വരും, പിന്നെ പനി, ശ്വാസം മുട്ടലായിട്ട് മാറുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പ്രായമായവരുണ്ട്, ആഹാരം പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത. വ്യക്തിപരമായി ഞങ്ങൾക്ക് ആ മനുഷ്യനോട് യാതൊരു പ്രതികരണവും ഇല്ല, യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷേ ഈ ഒരു പ്രശ്നമാണ് ഞങ്ങളെ അലട്ടുന്നത്, ഈ വാടയും അസുഖങ്ങളുണ്ടാക്കുന്ന ഒരു രീതിയും. എൻ്റെ വീടെന്ന് വെച്ചാൽ ജസ്റ്റ് 100 മീറ്ററോളം വ്യത്യാസത്തിലാണ് എൻ്റെ ഈ പന്നി ഫാം എൻ്റെ വീടുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്ക് നിരന്തരം പനിയാണ്. പിന്നെ അവർ ഹോസ്പിറ്റൽ 1 മാസം 2, 3, 5 തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ശ്വാസം മുട്ടും അതുള്ള മറ്റ് പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 10-100 പേരടങ്ങുന്ന സംഘം പഞ്ചായത്തിൽ പോയി. പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് അദ്ദേഹം ഇന്നിവിടെ വന്ന് ഇത് നോക്കിയിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞേക്കുക. ഇതൊന്നും ഞങ്ങൾ ഇന്നത്തെ കൊണ്ട് ഇത് ഞങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ ഞങ്ങളിവിടെ രൂക്ഷമായ സമരം തുടങ്ങാതിരിക്കുകയാണ്. ഈ പന്നികൾ ഇവിടെ ഒരു 500, 600, 1000 പന്നിക്കടുത്ത് ഇവിടെ സ്ഥിതി കിടക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് കണ്ടതാണ്. 1000 പന്നിക്കടുത്ത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി. ഇടമലക്കര പഞ്ചായത്തിൻ്റെ 15-ാം വാർഡാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ചുറ്റുമുള്ള ഒരു ജസ്റ്റ് 100-80 മീറ്റർ വ്യത്യാസത്തിലാണ് ഇവിടെയുള്ള 10, 15, 20 വീടുകളുണ്ട്. ഞങ്ങൾക്ക് ആഹാരം കഴിക്കത്തില്ല. ആഹാരം വിളമ്പി മുമ്പിൽ വെക്കുമ്പോഴത്തേന് അതിൻ്റെ വാട വരും, ഛർദ്ദിച്ച് എണീച്ച് ഇവിടുന്ന് ആഹാരത്തിന് മുമ്പിൽ നിന്ന് പോകേണ്ട അവസ്ഥ വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സ്ഥലം എന്ന് പറയുന്നത് ആയൂർ നീറായിക്കോട് കീഴാറ്റൂർ നിന്നാണ്. ഇവിടെയാണ് ഈ പന്നിഫാം വളർത്തുന്ന കേന്ദ്രം. ഒരു 10-12 വർഷമായി ഈ ഫാം ഇവിടെ തുടങ്ങിയിട്ട്. പക്ഷെ അന്നൊന്നും എന്തുകൊണ്ട് അന്നേ നമ്മൾ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അന്നൊന്നും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവപ്പെട്ടില്ല. ഇത്രയും ജനവാസകതകൾ അന്ന് ഇല്ലായിരുന്നു സത്യത്തിൽ. അപ്പോൾ ഒരാൾ ഇത്രയും പൈസ മുടക്കി ഒരു സ്ഥാപനം നോക്കുന്ന പെട്ടെന്ന് ജനങ്ങളെ ഇടപെട്ട് നിർത്തലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം പരിപാടി ഞങ്ങൾക്ക് തോന്നി.
ഇപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ വന്നിരിക്കുകയാണ്. പലർക്കും പല അസുഖങ്ങൾ ഇതുപോലെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇവിടുത്തെ ഈ രൂക്ഷഗന്ധവും. ഈ കാണുന്നത് ഇത്തിക്കരിയാറ് ഈ ഒഴുകുന്നത്. ഈ വേസ്റ്റ് മുഴുവൻ ഇതിൻ്റെ 3/4 ഭാഗം ഈ ആറ്റിലോട്ടാണ് തള്ളുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം ജനങ്ങൾ ഇടപെട്ടതിൻ്റെ പേരിൽ ഇവിടെ പല കുഴികളും ഈ വളരെ ദ്രുതഗതിയിൽ ഇന്നലെ രാത്രിയോടെ മൂടിയതായിട്ട് നിങ്ങൾക്ക് കാണപ്പെട്ടിട്ടുണ്ട്. ആ പുതുമണ്ണയുടെ അവിടെ കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ അത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനവാസ കേന്ദ്രവാസികൾക്ക് അനുഭവപ്പെടുന്നത്. പലർക്കും പല അസുഖങ്ങളുണ്ട്. ദുർഗന്ധം കാരണം മിക്കവാറും ഉച്ചകഴിഞ്ഞായിരിക്കും അതിഭയങ്കരമായ ദുർഗന്ധം വരുന്നത്. ദുർഗന്ധം കാരണം നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഒട്ടും സഹിക്കാത്തതിൻ്റെ പേരിലാണ് നമ്മളിത് പ്രതികരിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ജനലോ ഒരു വീടിൻ്റെ ജനലോ ഒരു കതവോ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഗന്ധം ആ റൂമിലോട്ട് അടിച്ചു കയറുകയാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് അത് വേണ്ട വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം, അതേ നമുക്ക് പറയാനുള്ളൂ. ഫാമിലും ചുറ്റുവട്ടങ്ങളിലും തെരുവുനായ ശല്യവും ഈച്ച ശല്യവും രൂക്ഷമാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണെന്നും പ്രദേശവാസികൾ EDV ന്യൂസിനോട് പറഞ്ഞു. 200ഓളം കുടുംബങ്ങളാണ് സ്വകാര്യ പന്നി ഫാമിന് സമീപത്തായി താമസിക്കുന്നത്. ഏതാനും മീറ്ററുകൾ മാത്രമാണ് വീടുകളും ഫാമും തമ്മിലുള്ള അകലം. മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ പ്രദേശവാസികൾ അധികൃതർക്ക് പരാതികളും നൽകി. ഫാമിലേക്കുള്ള വഴിയോരങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവുമുണ്ട്. പന്നികൾക്ക് നൽകാനെന്ന പേരിൽ ഹോട്ടൽ മാലിന്യങ്ങളടക്കം എത്തിക്കാൻ ശ്രമിച്ചാൽ തടയാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ഒരു പ്രദേശത്തെ മുഴുവൻ ദുരിതത്തിലാക്കുന്ന മാലിന്യ പ്രശ്നത്തിൽ ഇടപെടാനോ സത്വര നടപടി സ്വീകരിക്കാനോ അധികൃതരും ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. അധികൃതരുടെ നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്നു. സർക്കാർ വാഹനം പാർക്ക് ചെയ്യുന്നത് നോ പാർക്കിംഗ് ഏരിയയിൽ. പോലീസ് വാഹനം നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത വാർത്ത EDV ന്യൂസ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അഞ്ചൽ പട്ടണത്തിൽ നോ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സർക്കാർ വകുപ്പുകൾ മത്സരിക്കുകയാണ്. നോ പാർക്കിംഗ് ഏരിയയിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പറന്നെത്തി നടപടി സ്വീകരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്ന പോലീസ് അധികൃതർ നോ പാർക്കിംഗ് ഏരിയയിൽ സർക്കാർ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ മൗനം പാലിക്കുകയാണ്. മണിക്കൂറുകളോളമാണ് കേരള സർക്കാർ ബോർഡുള്ള വാഹനം നോ പാർക്കിംഗ് ഏരിയയിൽ നിയമങ്ങളെ വെല്ലുവിളിച്ച് നിർത്തിയിട്ടിരിക്കുന്നത്. ആറോ ജംഗ്ഷനിൽ ഒരിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാതെ പൊതുജനം നട്ടം തിരിയുമ്പോൾ നിയമങ്ങൾ പാലിക്കാൻ കൂടുതൽ ഊർജം കാട്ടേണ്ട ഉദ്യോഗസ്ഥർ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുന്നത് ജനങ്ങളെ വിഡ്ഢിയാക്കിയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പടിഞ്ഞാറ്റിൻകര സ്വദേശിയെ ബൈക്കിൽ നിന്നും ചവിട്ടിത്താഴെയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. നിരവധി കേസുകളിൽ പ്രതിയായ രാജു എന്ന ആളാണ് തന്നെ മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ രാമചന്ദ്രൻ EDV ന്യൂസിനോട്. ഇടമുളയ്ക്കൽ പടിഞ്ഞാറ്റിൻകരയിൽ രാമചന്ദ്രൻ എന്നയാൾക്ക് ക്രൂരമർദ്ദനം. സമീപവാസിയും നിരവധി കേസുകളിലെ പ്രതിയുമാണ് തന്നെ മർദ്ദിച്ചതെന്ന് രാമചന്ദ്രൻ EDV ന്യൂസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 4 മണിക്കാണ് സംഭവം. ചെറിയ മഴയുണ്ടായിരുന്നു. ഞാൻ അഞ്ചക്കുള്ളിൽ നിന്ന് ബൈക്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിനടുക്കൂടെ ഒന്ന് ഒരുത്തനോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇവിടെ കളരിയമ്പലത്തിനോട് ബേക്കറി നടത്തുന്നതിൻ്റെ സ്റ്റാഫായിരുന്നു. അപ്പോൾ റോഡിൽ മഴ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഗോണടിച്ച് വന്നുകൊണ്ട് മാറുന്നില്ല. എന്താ മാറാത്തെന്ന് ചോദിച്ചപ്പോൾ എന്നെ ചീത്തയും പറഞ്ഞിട്ട് ഇനി പോരുന്നു. അങ്ങനെ ഞാൻ ഇനി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൻ ഇവിടെ കടയിലവിടെ നിൽക്കുന്നുണ്ട്. അവനോട് വിളിച്ച് ചോദിച്ചു, നീ എന്താ റോഡിനടുക്കുന്ന മാറാൻ? മാറിയില്ലെങ്കിൽ എന്തോ ചെയ്യുന്നു പറഞ്ഞ് എന്നെ പള്ളും പറഞ്ഞിട്ട് അവൻ ആ ബേക്കറിയിലേക്ക് പോയി. ഞാൻ അന്നേരം അവൻ്റെ അനിയനെ വിളിച്ച് ചോദിച്ചു. അന്യനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതേപോലെ നിങ്ങളുടെയൊക്കെ ബേക്കറി നിൽക്കുന്നത് വെള്ളം അടിച്ചിട്ടിങ്ങനെ റോഡിൽ നടന്നു എല്ലാവരും പള്ളു പറയുക എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ ചെന്ന് അണ്ണൻ്റെ കൂടെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിയും കൊണ്ട് അവൻ്റെ വീടിൻ്റെ വാതിലോട്ട് ചെന്ന് ബൈക്ക് നിർത്തുന്നതിന് മുമ്പേ അവൻ 4 പേരുടെ കൊല്ലട അവനെന്നും പറഞ്ഞ ഈ രാജു എന്ന് പറഞ്ഞതിനും അവൻ്റെ 3 സ്റ്റാഫുകളൂടെ തള്ളി എന്നെ റോഡിൽ ഇട്ടിട്ട് നെഞ്ചത്ത് കയറിയിരുന്നെങ്കിൽ ഇടിയായിരുന്നു. ഇടിച്ചെൻ്റെ കണ്ണിനും പെരുക്കുണ്ട്, ചെവിക്കല്ലിനും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അവിടെ കിടന്ന് നിലവിളിച്ച് ഇവന്മാരെ എന്നിട്ടും പിടിവിടുന്നില്ല. ലാസ്റ്റ് അവരുടെ അമ്മയൊക്കെ ഇറങ്ങി വന്ന് കുറേയൊക്കെ അവരെ പിടിച്ചു കഴിഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നേരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്നേരം SI പറഞ്ഞ് നേരെ ആശുപത്രി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ നേരെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പോഴും ഞാൻ വീട്ടിലും പേടിച്ചായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു 3-4 വീട്ടിൽ കയറി ഇതുപോലെ അടിച്ച് അങ്ങനെ കേസിലെ പ്രതി ശിക്ഷ കഴിഞ്ഞതേ ഉള്ളതിൻ്റെ ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും പേടിച്ചായിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കേസ് കൊടുത്തെന്നും പറഞ്ഞ് വീട് കയറി ആക്രമിക്കുമല്ലോ എന്നും പേടിച്ചിരിക്കുകയാണ്. പുള്ളി അറസ്റ്റും ചെയ്തില്ല. അവൻ സ്റ്റേഷനിൽ ചെന്ന് എന്തോ പറഞ്ഞിട്ട് ഒത്തുതീർപ്പിനായിട്ട് ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ തന്നെ 2 വട്ടം പോലീസുകാർ വിളിച്ച് നിവാദം എങ്ങനെയും പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ ഇറങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരന്തരം എന്നെ പോലീസുകാർ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നാളെ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞൊക്കെ ഞാൻ പോകണില്ല. അവർ നാളെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞ് ഒരു പോലീസുകാരൻ വിളിച്ച് തീർപ്പ് എന്തോ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പ്രദേശവാസിയായ രാജുവിൻ്റെ ജീവനക്കാരും ചേർന്നാണ് രാമചന്ദ്രനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ മുഖത്തും കണ്ണിനും ചെവിക്കും പരിക്കേറ്റു.
അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ രാമചന്ദ്രൻ പരാതി നൽകിയെങ്കിലും ചില പോലീസുകാർ ഇടപെട്ട് രാമചന്ദ്രനോട് കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടതായും രാമചന്ദ്രൻ ആരോപിക്കുന്നു. വീട് കയറി അക്രമം നടത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് രാമചന്ദ്രനെ മർദ്ദിച്ച രാജു. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. കുളത്തൂപ്പുഴ സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്ക് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് 1 മാസം പിന്നിടുന്നു. കുളത്തൂപ്പുഴ ടൗൺ ഇരുട്ടിൽ. KN ബാലഗോപാൽ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചിലവിട്ട് 2013 മാർച്ച് 27-ന് നിർമ്മാണം പൂർത്തിയാക്കിയ കുളത്തൂപ്പുഴ ടൗണിൽ സ്ഥാപിച്ച 16 മീറ്റർ ഉയരത്തിലുള്ള ഹൈമാസ് ലൈറ്റ് സിസ്റ്റമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ കടുത്ത അനാസ്ഥയെ തുടർന്ന് 1 മാസമായി മിഴിയടച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് പഞ്ചായത്തും KSEBയും പരസ്പരം പഴിചാരി കൈയൊഴിയുമ്പോൾ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ച ഏജൻസിയായ സിസ്കോയെ പ്രതിക്കൂട്ടിലാക്കാനും ശ്രമിക്കുന്നു. 3 വർഷം വരെ ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സിസ്കോ ആണെന്നാണ് പഞ്ചായത്തിന്റെ വാദം. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ആദ്യം ചെയ്യാനുള്ളത് കറണ്ട് ചാർജ് അടയ്ക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ആദ്യത്തെ ജോലി. രണ്ടാമത് ഇതിൻ്റെ 3 വർഷം കഴിഞ്ഞാണ് നമ്മുടെ വാറണ്ടി ടൈപ്പ് പഞ്ചായത്ത് ചെയ്യുന്നത്. അപ്പം അത് വിവിധ സിസ്കോയിലെ തന്നെ വിവിധ ഏജൻസികളാണ് ഇത് ചെയ്യുന്നത്. അത് പ്ലാനിംഗ് ഓഫീസിൽ വിളിച്ച് ബന്ധപ്പെട്ട് പ്ലാനിംഗ് ഓഫീസിൽ നിന്നുള്ള ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരൊന്നും നോക്കാറുള്ളൂ. അത് നമ്മൾ പ്ലാനിംഗ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വരും. തിങ്കളേരിക്കത്തിൽ ചെയ്ത സിസ്കോയുടെ ഒരു ബ്രാഞ്ചല്ല തിങ്കളേരി ഇവിടെ കുളത്തപ്പുഴ ചെയ്തിട്ടുള്ളൂ. കുളത്തപ്പുഴ ചെയ്തവരെല്ലാം അമ്പലക്കടവ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതെല്ലാം സിസ്കോയ ചെയ്തിരിക്കുന്നതെല്ലാം ഇതിന്റെ മെയിൻസ് ചെയ്ത് സിസ്കോ 3 വർഷം കഴിഞ്ഞേ നമ്മൾ ചെയ്യുള്ളൂ. പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ അവരുമായിട്ടുള്ള കരാർ. കറണ്ട് ചാർജ് കൃത്യമായി ഈ 4 ഹൈമാസ് ലൈറ്റിന്റെ കറണ്ട് ചാർജ് കൃത്യമായി നമ്മൾ അടയ്ക്കുന്നു. അപ്പൊ ഈ സിസ്കോയുടെ അനാസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഈ തിങ്കളകരിക്കും കുളത്തൂപ്പുഴയിലെ ഹൈമാസ് ലൈറ്റുകൾ നടക്കാനുള്ള കാരണം. ഇത് 2-3 തവണ നമ്മൾ നന്നാക്കിയതല്ലേ. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായിട്ട് ടെലിഫോണിന്റെ സ്ഥാപനത്തോടുകൂടി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ പലതും കാട്ടുന്നില്ല. അതെന്താണ്? അത് നമ്മൾ സ്ട്രീറ്റ് മെയിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് നമുക്ക് വിട്ടുന്ന ഒരു സൂപ്പർവിഷന് വിട്ടുന്ന ഒരാൾ ലൈൻമാൻ അല്ലായിരുന്നു, ഓഫീസ് സ്റ്റാഫായിരുന്നു. അപ്പോൾ അയാൾക്ക് സ്ട്രീറ്റ് മെയിൻ കൃത്യമായിട്ട് അറിയത്തില്ല. ഇലക്ട്രോണിൽ നിന്ന് വിട്ടിട്ടുള്ള ആളുകൾക്ക് ഈ സ്ട്രീറ്റ് മെയിൻ്റെ സംവിധാനം അറിയത്തില്ല. ഒരു ഡയറക്റ്റ് കൊടുത്തു. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രീറ്റ് പ്ലഗ് ഫ്യൂസിന്റെ കണക്ഷൻ അല്ല കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ വാർഡുകളിൽ ചിലയിടത്തൊക്കെ കത്തുന്നില്ല, ചിലയിടത്ത് കത്തുന്നുണ്ട്, ചിലയിടത്ത് കത്തുന്നില്ല. അതിപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ലൈൻമാനെ വിളിച്ചുകൊണ്ട് നമ്മൾ അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായി ലൈൻ മാറ്റി കൊടുക്കുമ്പോഴേക്കും കത്തിത്തുടങ്ങും. ഇതിനൊപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇപ്പോൾ ഇട്ടപ്പോൾ ഈ വന്യമൃഗ ശല്യം എന്നുള്ള മേഖലകളിൽ പ്രത്യേക പരിഗണന കൊടുത്ത് അവിടെ വെളിച്ചം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും 50 ഏക്കർ വാർഡിൽ നമ്മൾ 50 ഏക്കർ ഈ അമ്പലം വാർഡ് പ്രത്യേകിച്ച് ആനയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഇപ്പോൾ 5 ലൈറ്റ് 50 ഏക്കർ പോകുന്ന വഴിയിൽ മാത്രമായിട്ട് 5 ലൈറ്റ് ഒരു വാർഡിലേക്ക് നമ്മൾ 5 ലൈറ്റാണ് കൊടുത്തത്. പ്രത്യേകിച്ച് 50 ഏക്കറിന് 1 2 എണ്ണം അധികമായിട്ട് കൊടുത്തിട്ടുണ്ട്. അമ്പലം വാർഡിനും കൊടുത്തിട്ടുണ്ട് 1 2 എണ്ണം. ഇവിടെ അന്തർ സംസ്ഥാന വാതിൽ മുപ്പതിൽ പാർക്കിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം കൊണ്ട് ഓട്ടോക്സ പറയുന്ന സംഭവങ്ങൾ അല്ലാതെ പൊതുജനങ്ങൾക്ക് ചില കാലത്തിൽ ഈ റോഡിലേക്ക് കാട്ടാൻ ഇറങ്ങി നിൽക്കുന്നതായിട്ടുണ്ട്. അതിനെന്തെങ്കിലും അവിടുത്തെ പ്രശ്നം
30 പാലത്തിന്റെ ഭാഗം സ്ട്രീറ്റ് പെയിന്റ് ഇല്ലാത്ത സ്ഥലം. അവിടെ അപ്പുറത്തും ഇട്ടിട്ടുണ്ട്. ഈ ആനത്താരയുടെ ഉള്ള ഭാഗത്ത് സ്ട്രീറ്റ് പെയിന്റ് ഇല്ല. അവിടെ നമ്മളിപ്പോ ഈ മെയിൻ്റെനൻസ് ചെയ്യുന്ന ലൈറ്റ് കൊണ്ടുവരും. പരിഹാരം ഇപ്പൊ ഈ മെയിൻ്റെനൻസ് ചെയ്യുന്ന CFL ലൈറ്റ് കൊണ്ടുവരും. ഇപ്പൊ ഈ ടൗണിൽ നമ്മള് ഹൈമാസിന് മാസം അടയ്ക്കുന്ന ബില്ല് എത്രയാണ്? 2500 മുതൽ 3500 വരെ എമൗണ്ട് വരും. തിങ്കളായിരിക്കും അത് തന്നെ ആയിരിക്കുമല്ലോ. തിങ്കളായിരിക്കും അതിൽ കുറഞ്ഞിരിക്കും. ചോഴിയക്കോട് കുറച്ചും കൂടെ കൂടുതലാകും. ചോഴിയക്കോട് 6000 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിലവിൽ ഈ MP MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പണം എടുത്തുകൊണ്ട് സ്ഥാപിച്ച ഹൈമാസൈറ്റുകൾ പ്രവർത്തനരഹിതമായിരിക്കുമ്പോൾ തന്നെയാണ് പുതുതായിട്ട് പൂവക്കാട് MLA ഫണ്ടിൽ നിന്നും ഹൈമാസൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യം വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ? ജനങ്ങൾ പറയൂല്ലേ, ജനങ്ങൾ പറയുന്നത് ഇപ്പം ചെയ്യാതിരിക്കാൻ പഞ്ചായത്തിനൊക്കെ തന്നെ 5 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതാണ്. ഈ 5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമുക്കത് നമ്മുടെ പ്രയോജനം 1 ലക്ഷം പോലും കിട്ടുന്നില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതേസമയം 4 ലക്ഷം രൂപ ചിലവിട്ട് അമ്പലക്കടവിലും തിങ്കൾക്കരിക്കം ജംഗ്ഷനിലും സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളും ഇപ്പോൾ പണിമുടക്കിലാണ്. ഓരോ ഹൈമാസ് ലൈറ്റുകൾക്കും പ്രതിമാസം 2500 മുതൽ 3000 രൂപ വരെ വൈദ്യുതി വാടകയായി പഞ്ചായത്ത് KSEBക്ക് അടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ മുറക്കി നടക്കുമ്പോഴും ലക്ഷങ്ങൾ ചിലവിട്ട് നടപ്പിലാക്കിയ വികസനത്തിന്റെ പ്രയോജനം ജനങ്ങൾക്ക് അന്യമായിരിക്കുകയാണ്. ഇതിനു പുറമെ കെൽട്രോണുമായി സഹകരിച്ച് നടപ്പിലാക്കിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ പൂർത്തിയായി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇവയിൽ ഭൂരിഭാഗം LED ലാമ്പുകളും തുടക്കം മുതൽ തന്നെ അണഞ്ഞ നിലയിലാണ്. ഇത് ഏറെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഓപ്പറേഷൻ മൺസൂൺ തുടരുന്നു. നിരോധിത പാൻ മസാലകൾ വിൽപ്പന നടത്തിയ 2 പേർ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. നിരോധിത പാൻ മസാലകൾ വിൽപ്പന നടത്തിയ പുത്തേം സ്വദേശികളായ സാംകുട്ടി, അലക്സ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് ബുധനാഴ്ച പിടികൂടിയത്. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ നടക്കുന്ന നിരോധിത ലഹരിവേട്ടയുടെ ഭാഗമായാണ് പോലീസ് നടപടി. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി അഞ്ചൽ ടൗണിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മുൻപും നിരോധിത പാൻ മസാലകൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആദിവാസി കാണിക്കാർ സംയുക്ത സംഘം കുളത്തൂപ്പുഴയിൽ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ആദിവാസി കാണിക്കാർ സംയുക്ത സംഘം കുളത്തൂപ്പുഴ ചെറുകരയിൽ സബ് കമ്മിറ്റി രൂപീകരിച്ചു. P. ഋഷികേശൻ പ്രസിഡന്റായുള്ള കമ്മിറ്റിയിൽ M. ബാലൻകാണി വൈസ് പ്രസിഡന്റായും S. ശോധകുമാരി സെക്രട്ടറിയായും M. വിനീത ജോയിന്റ് സെക്രട്ടറിയായും B. സോമൻകാണിയെ ട്രഷററായും V. സോമൻകാണിയെ രക്ഷാധികാരിയുമായുള്ള 15-അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽ 36 വിഭാഗമുള്ള ആദിവാസി സമൂഹത്തിൽ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല എന്നിവിടങ്ങളിൽ മാത്രം നിലവിലുള്ള കാണിക്കാരുടെ സംസ്ഥാന കമ്മിറ്റി വിദുര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലും ഇതിൻ്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെറുകര ആദിവാസി കാണിക്കാർ സംയുക്ത സംഘം എന്ന പേരിൽ ഒരു കാണിക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘം രൂപീകരിക്കുകയുണ്ടായി. അതിൽ ചെറുകരയുടെ സബ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ഋഷികേശ് എന്ന ഞാനും, കടമാൻകൂട് സബ് കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി ശ്രീമാൻ സുനീഷ് കുമാർ P. ഇതുകൂടാതെ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ AKSSൻ്റെ ഒരു സംയുക്ത സംഘത്തിൻ്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. KG വീരാത്മജൻ കാണി പ്രസിഡന്റായും കടമാൻകോട് സബ് കമ്മിറ്റിയും രൂപീകരിച്ചു. രാജീവ് ആർ വൈസ് പ്രസിഡന്റ്, KB സുഭാഷ് സെക്രട്ടറി, R രാജശേഖരൻ കാണി ജോയിന്റ് സെക്രട്ടറി, SL ഓമനക്കുട്ടൻ ട്രഷറർ, A സുധീഷ് കുമാർ രക്ഷാധികാരിയായും കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ
ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാവനസ്മരണ തീർത്ഥയാത്രയ്ക്ക് ആയൂരിൽ സ്വീകരണം നൽകി. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്ദ്യ ഗീവർഗീസ് മാർ ദിയസ്കോറസ് തിരുമേനിയുടെ 16ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിലേക്കുള്ള പാവനസ്മരണ തീർത്ഥയാത്രയ്ക്ക് ആയൂർ സെന്റ് മേരീസ് വലിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്തയായ അഭിവന്ദ്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ 16ാമത്തെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ അഭിവന്ദ്യ തിരുമേനിയുടെ സ്മരണാർത്ഥം നടത്തുന്ന പാവന സ്മരണ തീർത്ഥയാത്രയ്ക്ക് ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഇടവകയിലെ ജനങ്ങളുടെയും എല്ലാ ആധ്യാത്മിക സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണവും പ്രത്യേകമായിട്ട് നടത്തിയ പ്രാർത്ഥന നിറഞ്ഞതായ ആശംസകളുമാണ് ഈ സമയത്ത് പ്രത്യേകമായിട്ട് അർപ്പിക്കുവാനുള്ളത്. തിരുവനന്തപുരം ഭദ്രാസനത്തെ സംബന്ധിച്ച് അതിൻ്റെ ആരംഭകാലം മുതൽ ഇന്നത്തെ വളർച്ചയുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി ഭദ്രാസനം കണക്കാക്കുന്നത് അഭിവന്ദ്യ ഗീവർഗീസ് മാർ ദിയസ്കോറസ് തിരുമേനിയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഒരു വ്യക്തിക്കും അഭിവന്ദ്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ വിസ്മരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. തിരുമേനിക്ക് ജനങ്ങളോടുള്ള ഭക്തിയും സ്നേഹവും അതുപോലെ തന്നെ വാത്സല്യവും ഇന്നും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 16 വർഷമായിട്ടും യുവജന പ്രസ്ഥാനം യാതൊരു മുടക്കവും കൂടാതെ ഇത്തരത്തിലുള്ള ഒരു പാവന സ്മരണ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നത്. ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ എല്ലാ ഇടവക അംഗങ്ങളുടെയും വിശ്വാസികളുടെയും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും അഭിവന്ദ്യ തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ ഈ സമയത്ത് പ്രത്യേകമായി സമർപ്പിച്ചുകൊള്ളും. ഭദ്രാസന മുഖ്യ കാര്യദർശി പ്രവീൺ ജേക്കബ്, ഖജാൻജി എബി രാജൻ, ജോർജ് തോമസ്, ഭദ്രാസന ഉപാധ്യക്ഷൻ ഫാദർ വർഗീസ് എബ്രഹാം, ഫാദർ ജോർജ് വർഗീസ്, ഷിബു വർഗീസ്, ബിനുമോൻ ജോയി, റോജി തങ്കച്ചൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ഹൃദ്രോഗിയും ഇരുവൃക്കകളും തകരാറിലായ തയ്യൽ തൊഴിലാളി ചികിത്സാ സഹായം തേടുന്നു. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 6 മാസം പിന്നിട്ട പ്രഭാകരന്റെ ഇരുവൃക്കകളും തകരാറിലാണ്. തയ്യൽ തൊഴിലാളിയും നിർധന കുടുംബത്തിലെ അംഗവുമായ പ്രഭാകരന്റെ ചികിത്സയ്ക്കായി വലിയ തുകയാണ് ചെലവ് വരുന്നത്. പ്രഭാകരന്റെ ഭാര്യ കശുവണ്ടി തൊഴിലാളിയും ഏക മകൾ +2 വിദ്യാർത്ഥിനിയുമാണ്. ഹൃദ്രോഗിയും ഇരുവൃക്കകളും തകരാറിലായതുമായ പ്രഭാകരനെ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ SBI പനച്ചിവിള ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 3435733564 സഹായങ്ങൾ എത്തിക്കുക. വിലാസം B. പ്രഭാകരൻ, ആതിര, പുത്താറ്റ്, പനച്ചിവിള. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുളത്തൂപ്പുഴ സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് 1 മാസം പിന്നിടുന്നു. കുളത്തൂപ്പുഴ ടൗൺ ഇരുട്ടിൽ. പടിഞ്ഞാറ്റിൻകര സ്വദേശിയെ ബൈക്കിൽ നിന്നും ചവിട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഓപ്പറേഷൻ മൺസൂൺ തുടരുന്നു. നിരോധിത പാൻ മസാലകൾ വിൽപ്പന നടത്തിയ 2 പേർ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. ആയൂർ കീഴാറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പന്നി ഫാമിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനാൽ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് സമീപവാസികൾക്ക്. അധികൃതരുടെ നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്നു. സർക്കാർ വാഹനം പാർക്ക് ചെയ്യുന്നത് നോ പാർക്കിംഗ് ഏരിയയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.